മയ്യിൽ കണ്ണാടിപ്പറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിനെതിരെ നടപടിയുമായി പോലീസ്. ഓടാത്ത ബസ്സുകൾക്ക് പോലീസ് പിഴ ഈടാക്കി തുടങ്ങി. വാട്സാപ്പിലൂടെ സമരത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെയും കേസെടുക്കും. ബസ് ഡ്രൈവറെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. മനോജ് മയ്യിൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂർ കാട്ടാമ്പള്ളി കണ്ണാടിപ്പറമ്പ് മയ്യിൽ റൂട്ടിൽ ഇന്ന് രാവിലെ മുതലാണ് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. കണ്ണാടിപ്പറമ്പ് റൂട്ടിലെ റെജ ബസ് ഡ്രൈവർ പുല്ലൂപ്പിയിലെ KP ജഷീറിനെ ഒരു സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഈ മിന്നൽ പണിമുടക്ക്. ഈ സമരത്തിനെതിരെയാണ് മയ്യിൽ പോലീസ് ഇപ്പോൾ കടുത്ത നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ നിർത്തിവെച്ചതിനെതിരെയാണ് നടപടി. 10,000 രൂപയാണ് ഓരോ ബസ്സുകൾക്കും പിഴ ഈടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒപ്പം വാട്സാപ്പിലൂടെ മിന്നൽ സമരത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കുമെന്നും ഇപ്പോൾ മയ്യിൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. മയ്യിൽ ഇൻസ്പെക്ടർ PC സഞ്ജയ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കടുത്ത നടപടികളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. മിന്നൽ പണിമുടക്ക് പാടില്ലെന്ന കർശന നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. ഇത് ലംഘിച്ചാണ് ഈ തൊഴിലാളികളുടെ ഈ പണിമുടക്ക് ആരംഭിച്ചിട്ടുള്ളത്. പണിമുടക്കിന് തൊഴിലാളി സംഘടനകളുടെയോ ഉടമകളുടെയോ പിന്തുണ ഉണ്ടായിരുന്നില്ല. മിന്നൽ പണിമുടക്ക് പാടില്ല എന്ന കർശന നിലപാടിലാണ് ഈ സംഘടനകളും ഉള്ളത്. കഴിഞ്ഞ തവണ ഈ റൂട്ടിൽ മിന്നൽ പണിമുടക്ക് നടത്തിയപ്പോൾ തന്നെ പോലീസ് തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇത്തരത്തിൽ ഇനി മിന്നൽ പണിമുടക്ക് നടത്തുകയാണെങ്കിൽ നോക്കിയിരിക്കില്ല എന്ന കർശനമായ ഒരു നിർദ്ദേശം പോലീസ് കഴിഞ്ഞ തവണ തന്നെ നൽകിയിരുന്നതാണ്. നിയമപ്രകാരം നോട്ടീസ് നൽകാതെയുള്ള സമരം അംഗീകരിക്കില്ല എന്ന് പോലീസ് തൊഴിലാളികളെ എല്ലാം തന്നെ അറിയിച്ചതുമാണ്. ഈ മിന്നൽ പണിമുടക്ക് യാത്രക്കാരെയാണ് ഏറെ വലച്ചത്. പെട്ടെന്ന് സമരം നടന്നതിനാൽ ഇത് അറിയാതെ ബസ് സ്റ്റോപ്പുകളിലും മറ്റും എത്തിയ ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ്. വലിയ പ്രതിഷേധവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. സമരം ഇവർ പറഞ്ഞ് ഞങ്ങൾ ക്ലീനറി അടിച്ച് കണ്ടക്ടർ അടിച്ച് എന്ന് പറയും. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷെ നമ്മൾ രാവിലെ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്ക് ബസ്സിന് വരുമ്പോഴത്തേക്ക് ബസ് ഉണ്ടാവുന്നില്ല. അത് നമുക്ക് ഭയങ്കര വിഷമം തന്നെയാണ്. വെച്ചാൽ നമ്മൾ ഓരോ ഡ്യൂട്ടിക്ക് പോകുന്നതല്ലേ, നമ്മൾ ചിലപ്പോൾ ഓഫീസ് കൂട്ടിയിട്ട് ചാവിയിൽ കുറേ സ്റ്റാഫുകൾ വരുന്നതാണ്. നമ്മൾ ഓഫീസ് തുറക്കാണ്ടിരിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാ യാത്രക്കാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനെ ബസ് സമരം ഉണ്ടാവുമ്പോൾ. നമ്മളറിയാം രാത്രി നമ്മൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല. അപ്പോൾ രാവിലെ ഈ ബസ്സില്ല എന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെത് മാത്രമല്ല, പലരും ഡ്യൂട്ടിക്ക് പോകുന്ന കൂട്ടർക്കും അത് ബുദ്ധിമുട്ടാണ്. പുല്ലൂപ്പിക്കടവിൽ ബസ് തിരിക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവപ്പെടുന്നതായി ബസ് ജീവനക്കാരും പറയുന്നുണ്ട്. ഈ കാറുകൾ നിർത്തിയിടുന്നതിനാൽ ബസ്സുകൾക്ക് തിരിക്കാനോ പാർക്ക് ചെയ്യാനോ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കാലങ്ങളായി ഈ പുല്ലൂപ്പി ഭാഗത്താണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും അവിടെ സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ തിരിക്കുന്നതുമൊക്കെ അവിടെയാണ്. ആ സ്ഥലത്ത് മറ്റു വാഹനങ്ങൾ കൊണ്ടിടുന്നതാണ് പ്രശ്നം എന്നാണ് ഈ ബസ് ജീവനക്കാർ പറയുന്നത്. ഹോൺ അടിച്ച് കാർ മാറ്റാൻ പറഞ്ഞതിനാണ് റജ ബസ് ഡ്രൈവറെ ഞായറാഴ്ച വൈകിട്ട് ആക്രമിച്ചത് എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ കണ്ണൂർ ആസ്പത്രിക്ക് നിന്നായാലും തളിപ്പറമ്പ് നിന്നായാലും ആരംഭിക്കുന്ന ബസ് അതായത് തിരിക്കുന്ന സ്ഥലമാണ് ഇത്. അതായത് പുല്ലൂപ്പിക്കടവ് പണ്ട് കാലയുള്ള പെർമിറ്റ് എടുത്ത് വരിക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വണ്ടിയായിരിക്കും. ഈ നീട്ടുള്ള വണ്ടി ഇട്ട് തിരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് വന്നിട്ട് തിരിക്കാൻ കഴിയായിട്ട് 2-3 വട്ടം മുമ്പോട്ടും ബാക്കോട്ടാക്കും. ഓണടിച്ച് നോക്കുക. അതാണ് ഈ പ്രശ്നത്തിന് ഉത്ഭവം. പഞ്ചായത്തുകാർ വന്നിട്ട് തിരിക്കാൻ വേണ്ടി തന്ന സൗകര്യം അത്. അപ്പോൾ അവിടെ നിറച്ചും വണ്ടിയായിരിക്കും വരുമ്പോൾ. വൈകുന്നേരം മുതലാണ് ഇങ്ങോട്ടേക്ക് പ്രശ്നം. രാവിലെ ഒന്നും ഈ കുഴപ്പങ്ങളുണ്ടാവില്ല. വേറെ ഇങ്ങനെ വണ്ടിയുടെ കണ്ടമാനയുടെ റോട്ടുമ്പിൽ വിലങ്ങനെയല്ലാന്ന് വണ്ടി ഇടുക കാറുകൾ. അത് ചോദിക്കുക ഓണടിക്കുക അങ്ങനെയല്ലാന്ന് ഇന്നലെ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഇന്ന റോഡ് എന്നുള്ള മറ്റാന്ന് പ്രശ്നങ്ങൾ. പരിഹാരം എന്ന് വെച്ചാൽ ഒരു വണ്ടി തിരിക്കേണ്ട ഒരു സൗകര്യം പഞ്ചായത്തുകാരോ ആരോലും ആക്കിത്തരുക. ഒരു കണ്ടീഷനായിട്ടുള്ള ഒരു വണ്ടി ഇടിയാന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റു വാഹനങ്ങൾ വെക്കാൻ പാടില്ല എന്നുള്ളത് അല്ല, അങ്ങനെ വെക്കാൻ പാടില്ല എന്നല്ലപ്പാ. അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. അത് ഒതുക്കിയിട്ട് വണ്ടി എടുത്തിട്ട് എല്ലാവർക്കും ഉള്ള ഒരു കണ്ടീഷനാക്കും. വണ്ടി തിരിക്കേണ്ട സ്ഥലത്ത് ഒരു ഇതാക്കി കൊടുക്കുക. എന്നാൽ തന്നെ എടുത്ത പ്രശ്നങ്ങൾ തീരും. പുല്ലൂപ്പിയിൽ ബസ് തിരിക്കുന്നതിന് പ്രത്യേക സ്ഥലം തന്നെ പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ വീതി പോരെന്നും പരാതിയുണ്ട്. കുറച്ചുകൂടി സ്ഥലം ഇവിടെ അനുവദിക്കണം എന്നാണ് ബസ് ജീവനക്കാരുടെ ആവശ്യം. ബസ്സുകൾക്ക് സുഗമമായി തിരിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രമേശനും കണ്ണൂർ വിഷനെ അറിയിച്ചിട്ടുണ്ട്. മിന്നൽ പണിമുടക്ക് ഉടൻ അവസാനിപ്പിക്കണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം. ഇത് യാത്രക്കാരെ ഏറെ വലക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പിന്തുണ എന്ന് പറയുന്നത് ബസ് തൊഴിലാളികൾക്ക് അപ്പുറത്തേക്ക് ഒരു പിന്തുണ ഈ
സമരത്തിനില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഡ്രൈവറെ മർദ്ദിച്ചവർക്കെതിരെ ഉടൻ തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതായത് ഇന്നലെ പരാതി ലഭിച്ച ഉടൻ തന്നെ ഈ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നിട്ടും സമരം ആരംഭിച്ചതാണ് വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കിയത്. പക്ഷേ തൊഴിലാളികൾ പറയുന്നത് തങ്ങൾ നിരന്തരം അക്രമത്തിന് ഇരയാവുകയാണ്, ഈ മിന്നൽ പണിമുടക്കല്ലാതെ മറ്റ് പോംവഴികളില്ല എന്നാണ് ഈ തൊഴിലാളികളുടെ നിലപാട്. പക്ഷേ അത് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. കൃഷ്ണേന്ദു.